ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ ഋതിക. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഹിന്ദി എക്സാമിൻ്റെ ഒരു റിവ്യൂ ആണ്. അപ്പോൾ നിങ്ങൾക്ക് എക്സാം എങ്ങനെ ഉണ്ടെന്ന് താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ എനിക്ക് വന്നിട്ട് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഒരു മീഡിയം ആണ്. അപ്പോൾ എനിക്ക് അങ്ങനെ ടഫായിട്ടും തോന്നിയില്ല, സിമ്പിളായിട്ടും തോന്നിയില്ല. അപ്പോൾ എനിക്ക് പൊതുവേ ഹിന്ദി എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റ് അത്യാവശ്യം ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു അത്യാവശ്യം ടഫാവുന്നു. പക്ഷേ അത്ര ടഫായിട്ടില്ല, അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് എല്ലാം എഴുതാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വൺ വേർഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു, ചിലതൊക്കെ ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ രണ്ട് സ്ഥലത്തായിട്ട് എഴുതി. ഫസ്റ്റ് ഞാൻ 1 മാർക്കിൻ്റെ 2 മാർക്കിൻ്റെ എല്ലാം എഴുതി കഴിഞ്ഞിട്ട് 4 മാർക്കിൻ്റെ എഴുതി. എന്നിട്ട് പിന്നെ 1 മാർക്കിൻ്റെ വൺ വേർഡ് ഉണ്ടല്ലോ, അതിപ്പോൾ ചെറിയ സംശയമുള്ളതൊക്കെ ഞാൻ 2 സ്ഥലത്തായിട്ട് 2 ആൻസർ എഴുതി വെക്കും ഒരു ക്വസ്റ്റ്യൻ തന്നെ. അപ്പോൾ ഒരെണ്ണം തെറ്റിയെങ്കിൽ മറ്റേ സ്ഥലത്ത് റെഡി ആവുമല്ലോ. അപ്പോൾ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ സാറ് പറഞ്ഞിട്ടുണ്ട് നമുക്ക് സംശയമുള്ളതൊക്കെ നമുക്ക് 2 സ്ഥലത്തായിട്ട് എഴുതി വെക്കാം. അപ്പോൾ ഒരെണ്ണം തെറ്റിയെങ്കിൽ ഒരെണ്ണം റെഡി ആവില്ല. അപ്പോൾ അങ്ങനെ. അപ്പോൾ 2 മാർക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഞാനങ്ങനെ എൻ്റെ രീതിയിലൊന്നല്ല എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത്, ബോക്സിലുള്ളതാണ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ 4 മാർക്കിൻ്റെ പറയുകയാണെങ്കിൽ 4 മാർക്കിൻ്റെ ഇതിൽ എനിക്ക് 2 എണ്ണം നന്നായിട്ട് അറിയായിരുന്നു, അത് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. ബാക്കി 2 എണ്ണം എനിക്ക് അങ്ങനെ അറിയത്തില്ലായിരുന്നു. ക്രിസ്മസ് എക്സാമിന് പഠിച്ച ഒരു ഓർമ്മയിൽ ഞാൻ ഉണ്ടാക്കി എഴുതിയിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല, ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്, എനിക്ക് ഹിന്ദി ഭയങ്കര ടഫാണ്. അപ്പോൾ ഞാൻ അങ്ങനെയൊന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു മറ്റേ ബच्चे കാമ്പർ ജറഹേൻ്റെ ആ ഒരു ടിപ്പണിയും അതേപോലെ തന്നെ ഗുഡലീൻ്റെ വാർത്താല പോലത്തെ ഒരു സംഭവം ഉണ്ടല്ലോ, ആ സംഭവമാണ് എനിക്ക് പഠിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് നന്നായിട്ട് എഴുതാൻ പറ്റി. ബാക്കി 4 മാർക്ക് ഞാൻ ഉണ്ടാക്കി എഴുതിയോണ്ട് തന്നെ 4 മാർക്ക് ഫുള്ള് കിട്ടുമെന്ന് അറിയത്തില്ല, ഒരു 3.5 മാർക്ക് കിട്ടുമായിരിക്കും. ഞാൻ എഴുതിയിട്ടല്ലേ 2 മാർക്ക് കിട്ടുമായിരിക്കും ഞാൻ എഴുതിയത്. എനിക്ക് തന്നെ അറിയില്ല, ഞാൻ ഉണ്ടാക്കി എഴുതിയോണ്ട് തന്നെ എൻ്റെ അർത്ഥം ഇതാണോ എന്നൊന്നും അറിയത്തില്ല. അപ്പോൾ അതേപോലെ തന്നെ മറ്റേ ബാക്കി പരിപാടിയാണെങ്കിൽ തന്നെ നമുക്ക് വാപ്പസ് പുറത്താണോ ഉള്ളിലാണോ എഴുതുണ്ടെങ്കിൽ ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ 2 സ്ഥലത്തായിട്ട് പിരമിഡ് വരച്ചിട്ട് അതിൽ വാപ്പസ് ഒരെണ്ണം പുറത്ത്, ഒരെണ്ണം തുടക്കത്തിൽ, ഒരെണ്ണം ഉള്ളിലായിട്ട്, അങ്ങനെ ഒരു ലൈൻ, ഒരു സെൻറ്റൻസിൻ്റെ ഉള്ളിലായിട്ട് അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. 2 സ്ഥലത്തായിട്ട് പിരമിഡ് വരച്ചിട്ട്. അപ്പോൾ ഒരെണ്ണം റെഡി ആവുകയാണെങ്കിൽ ഒരെണ്ണം തെറ്റുവാണെങ്കിൽ ഒരെണ്ണം റെഡി ആവില്ല. അപ്പോൾ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ കോൺവെർസേഷൻ മറ്റേ മാച്ച് ദ ഫോളോയിങ് ഉണ്ടല്ലോ, അപ്പോൾ അതും അതേപോലെ തന്നെ ഫസ്റ്റ് എനിക്ക് വലിയ ബുദ്ധിമുട്ടില്ലെങ്കിലും ഏതെങ്കിലും ഒരെണ്ണം തെറ്റിയാലോ എന്ന് വെച്ച് ഫസ്റ്റ് ഞാൻ മാച്ച് ദ ബോക്സൊക്കെ വരച്ച് ചെയ്തെങ്കിലും രണ്ടാമത് ഒന്നുകൊണ്ട് ഞാൻ ബോക്സ് വരച്ചിട്ട് വേറേതായിട്ട് ഇങ്ങനെ മാച്ച് ചെയ്തിട്ട് അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരെണ്ണം തെറ്റിയെങ്കിൽ നമുക്ക് ഒരെണ്ണം റെഡി ആവുമല്ലോ. അപ്പോൾ അങ്ങനെ സംശയമുള്ളതൊക്കെ അങ്ങനെ ഞാൻ 2 പ്രാവശ്യമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പം എന്താ പേപ്പർ ഇപ്പം നോക്കുന്ന ആളുടെ ഒരു ഇത് ഇരിക്കും. അപ്പോൾ ആൾക്ക് ചിലപ്പോൾ ഫസ്റ്റ് കണ്ടത് തന്നെ തെറ്റാണെങ്കിൽ പിന്നെ അടുത്തത് ശരിയാണെങ്കിൽ ചിലപ്പോൾ മാർക്ക് കിട്ടണമെന്നില്ല. അപ്പം അങ്ങനെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അത്ര പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഒന്നും അറിയത്തില്ലെങ്കിലും ബോക്സിലുള്ളത് വല്ലതും എഴുതി വെക്കാന്നുള്ളതായിരുന്നു. പക്ഷെ കുഴപ്പമില്ലായിരുന്നു, പഠിച്ചതൊക്കെ അത്യാവശ്യം വന്നുകൊണ്ട് തന്നെ നന്നായിട്ടല്ല, ഒരു മീഡിയം ആയിട്ട് എഴുതാൻ പറ്റി. അപ്പോൾ നിങ്ങൾക്ക് എക്സാം എങ്ങനെ ഉണ്ടെന്ന് താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ.